മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ച് അവരെ അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസഫ് ബദ്ധനായി കിടന്ന കാരാഗൃഹത്തിലാക്കി. അകമ്പടി നായകൻ അവരെ യോസഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറേക്കാലം തടവിൽ കിടന്നു. മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരുന്ന 2 പേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാനൻ്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്തോ എന്ന് ചോദിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസഫ് അവരോട്, സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അതെന്നോട് പറവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ തൻ്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിലേതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്, അത് തളിർത്തു പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോൻ്റെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ച് ഫറവോൻ്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു, പാനപാത്രം ഫറവോൻ്റെ കയ്യിൽ കൊടുത്തു. യോസഫ് അവനോട് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പ് 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ എബ്രായരുടെ ദേശത്തുനിന്ന് കട്ടുകൊണ്ടു പോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാനിവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസഫിനോട്, ഞാനും സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കൊട്ട കണ്ടു. മേലത്തെ കൊട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷികൾ എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവയെ തിന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. അതിന് യോസഫ്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊട്ട 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയുമെന്ന് ഉത്തരം പറഞ്ഞു. 3-ാം നാളിൽ ഫറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ സകല ദാസന്മാർക്ക് ഒരു വിരുന്ന് കഴിച്ചു. തൻ്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവൻ്റെ സ്ഥാനത്താക്കി. അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു. യോസഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ.